അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാറത്തുമായി ബന്ധപ്പെട്ട് വലിയ 3 അബദ്ധങ്ങൾ കേൾക്കാനിടയായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസിൽ വരുന്നത്. ഒന്ന്, പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട. പണ്ഡിതന്മാർക്ക് അതിൻ്റെ മസലകളും നിയമങ്ങളൊക്കെ അറിയും, സാധാരണക്കാർക്ക് അതറിയില്ല. അതുകൊണ്ടാണ് ഇത് ലാഹിറായ ഒരു ഖത്ത ആണെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ. ഏതൊരു വിഷയത്തിലും, പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ, ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരിൽ ഉണ്ടാകാൻ പാടില്ല. അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക്. ഇത് ഏതൊരാൾക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. മറ്റൊരു കാര്യം, രണ്ടാമത്തെ വിഷയം, വൈലം യഖ്സിദി തശ്ബീഹ ബിഹിം അസ്ലം വറഅസൻ ഫലാ ശൈഅ അലൈഹി എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു നീണ്ട ചർച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഹാസിലായിക്കൊണ്ട് പറയാണ് 3 സാധ്യതകളാണ് പറഞ്ഞത്. ഒന്ന്, അന്നഹു ഇൻ ഫഅല ദാലിക ബി ഖസ്ദി തശ്ബീഹി ബിഹിം ഫി ശിആരിൽ കുഫ്രി കഫറ ഖത്അ. ശിആറുൽ കുഫ്രിൽ തശ്ബീഹ് ഉദ്ദേശിക്കുന്നെങ്കിൽ കഫറ ഖത്അ, ഉറപ്പായും കുഫർ സംഭവിക്കും. ഔ ഫി ശിആരിൽ ഈദി മഅ ഖത്ഇൻ നദരി അനിൽ കുഫ്രി ലം യക്ഫുർ. ഷിആറുൽ കുഫ്രിൽ തശ്ബീഹ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. ഒരു ഷിആറുൽ ഈദ്, ഒരു ആഘോഷത്തിൽ തശ്ബീഹ് എന്നുള്ളതാണ്, അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ലം യക്ഫുർ, കുഫർ സംഭവിക്കൂല. വലാകിന്നഹു യഅ്സിമു, പക്ഷേ കുറ്റക്കാരനാകും, കുറ്റം കിട്ടും. കുഫർ വരൂല, പക്ഷെ കുറ്റം സംഭവിക്കും. അപ്പോൾ ഷിആറുൽ കുഫ്രിൽ തശ്ബീഹ് ഉദ്ദേശിച്ചാൽ കഫറ. ഷിആറുൽ ഈദിൽ, ഈദ് ആഘോഷം, ഇതിൽ തശ്ബീഹാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാൽ ലം യക്ഫുർ, പക്ഷേ വലാകിന്നഹു എന്ന് പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന. ഇതിന് ശേഷമാണ് വൈലം യഖ്സിദ് തശ്ബീഹ ബിഹിം അസ്ലം വറഅസ എന്ന് പറഞ്ഞത്. അതായത് ഈ 2 രൂപത്തിലും തശ്ബീഹ് ഉദ്ദേശിക്കുന്നില്ല. ആഘോഷത്തിൽ പങ്കാളിയാവുക, ആഘോഷത്തിൽ തശ്ബീഹ്, അതല്ലെങ്കിൽ ഷിആറുൽ കുഫ്രിൽ തശ്ബീഹ്, ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശിയാൽ അവിടെ ഒരു തകരാറും സംഭവിക്കൂല. നമ്മൾ ഈ ഗുരുവായൂർ ഏകാദശിൻ്റെ സമയമാകുമ്പോൾ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും. എല്ലാ ഭാഗത്തും ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. അപ്പോൾ ഒരാൾ അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന്, അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യവസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടെന്നതാണ്. അതല്ലാതെ ഒല ഏകാശിൻ്റെ ആഘോഷം എന്നോ അതിൽ പങ്കാളിയാവുകയെന്നോ അതിൽ തശ്ബീഹ് എന്നോ അല്ലെങ്കിൽ കുഫർ എന്നോ ആ രൂപത്തിലൊന്നുമില്ല. അങ്ങാടിയിൽ സാധനം കണ്ടു, അപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് കഴിച്ചു. ഇതാണ് ഈ പറഞ്ഞത് വൈലം യഖ്സിദ് തശ്ബീഹ ബിഹിം അസ്ലം വറഅസ. അഥവാ ഷിആറുൽ കുഫ്രിൽ തശ്ബീഹ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. ഷിആറുൽ ഈദിൽ, ആഘോഷത്തിൽ, അവരുടെ ആ ഒരു ഷിആറുൽ ഈദ് ആഘോഷം, ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാ ശൈഅ അലൈഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 അപ്പോൾ 3 സാധ്യതകളാണ്. അതിലൊരു സാധ്യത പ്രകാരം കഫറ, മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും, പക്ഷെ കുഫർ സംഭവിക്കൂല. ഈ 2 രൂപവും ഇല്ലാതിരിക്കുമ്പോൾ, അഥവാ ഷിആറുൽ ഈദ് എന്നുള്ളതോ ഷിആറുൽ കുഫർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാ ശൈഅ അലൈഹി എന്ന് പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു അബദ്ധം വരുന്നത്, തൊട്ട് താഴെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. തൊട്ട് താഴെ പറയുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം തൊട്ട് താഴെ പറഞ്ഞത് വമിൻ അഖ്ബഹിൽ ബിദഇ മുവാഫഖത്തുൽ മുസ്ലിമീന അൻ നസാറ ഫി അഅയാദിഹിം ബിത്തശബ്ബുഹി ബി അഖിലിഹിം വൽ ഹദിയത്തി ലഹും വഖബൂലി ഹദിയത്തിഹിം ഫീഹി എന്ന ഇതാ പറഞ്ഞത്. വമിൻ അഖ്ബഹിൽ ബിദഇ മുവാഫഖത്തുൽ മുസ്ലിമീന അൻ നസാറ ഫി അഅയാദിഹിം ബിത്തശബ്ബുഹി ബി അഖിലിഹിം വൽ ഹദിയത്തി ലഹും വഖബൂലി ഹദിയത്തിഹിം ഫീഹി. അർത്ഥം ലാഹിറാണല്ലോ.
അപ്പോൾ ഇബ്നു ഹജറുൽ ഹൈതമിൻ്റെ ഇബാറത്ത് വളരെ എന്താ ഒരിക്കലും ഒരു സവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ വോയിസിൽ വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.